2020 അവസാന ലാപ്പിലാണ് നമ്മൾ. 2021 നടന്നെടുക്കുമ്പോൾ അത് സെൻസസ് വർഷമാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 16ാമത് ദേശീയ സെൻസസിനു വേണ്ടി രാജ്യം സജ്ജമാവുകയാണ്. 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ജനസംഖ്യയിലുള്ള ഇടിവിനെ കുറിച്ച് ഷെക്കൈന ചാനലിൽ തന്നെ സംപ്രേഷണം ചെയ്ത മിസ്ബ 2 ശുശ്രൂഷയിലൂടെ ആ ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയുമുണ്ടായി. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രതിവിധികളാണ് അതിനു മുമ്പിൽ കേരളത്തിലെ സമൂഹത്തിന് നിർദ്ദേശിക്കാനുള്ളത്? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇല്ലാതായി തീരുമോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എറണാകുളം ജില്ലാ കളക്ടറുമായിരുന്ന ശ്രീ MB ജോസഫ് മേനച്ചേരി IAS, CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, സീറോ മലബാർ സഭ അൽമായ കമ്മീഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് വിധേയത്തിൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് ശ്രീ KC സക്കറിയയുടെ ഒരു റിപ്പോർട്ട് നമ്മുടെ ചാനലിൽ തന്നെ സംപ്രേഷണം ചെയ്ത മിസ്ബ ശുശ്രൂഷയിലൂടെയൊക്കെ പലവട്ടം പ്രേക്ഷകർ കേൾക്കുകയും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ചെയ്തതുമാണ്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ഒരു ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ അവതാരകൻ നിതിനെയും ഈ ബിഗ് ഡിബേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെയും ഷെക്കൈന TVയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. മറ്റൊരു ചാനൽ പോലും ചർച്ചയ്ക്കെടുക്കാത്ത സാഹചര്യത്തില് വളരെ കാര്യമായിട്ട് ഷെക്കൈന TV എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. അതിന്റെ പ്രാധാന്യം ഇതാണ്. എല്ലാ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കാറുള്ളത്. ലാസ്റ്റ് സെൻസസ് നടന്നത് 2011 അടുത്ത സെൻസസിന്റെ വർഷം എന്ന് പറയുന്നത് 2021. അതാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 വരെയുള്ള ഒരു ജനസംഖ്യാ കണക്കിനെ കുറിച്ചും പഠനവും വിലയിരുത്തലും നടത്തുന്നത് വളരെ അവസരോചിതമാണ്. അതിനുള്ള ശ്രമം നടത്തിയ ചാനലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നത് നിതിൻ ചോദിച്ച ചോദ്യത്തിന് വലിയ വലിയ വിസ്തരിച്ചുള്ള ഒരു ഉത്തരമാണ് നൽകേണ്ടി വരുന്നത്. എങ്കിൽ തന്നെയും പ്രധാനമായിട്ടും 3 തലങ്ങളില് നമുക്കതിനെ കാണാവുന്നതാണ്. 1, കേരളത്തിലെ ജനസംഖ്യ. 2, അത് മതങ്ങൾ തിരിച്ചുള്ള ജനസംഖ്യ കണക്കുകൾ. 3, അതിൽ ക്രൈസ്തവരുടെ സ്ഥിതി. മതാടിസ്ഥാനത്തിൽ അത് വിലയിരുത്തുകയാണെങ്കിൽ 2 രീതിയിലാണ് ജനസംഖ്യയെ സ്വാധീനിക്കപ്പെടുന്നത്. 1, ബൈ ബർത്ത്, ജനനം കൊണ്ടുള്ള ജനസംഖ്യ പുരോഗതി. 2, മതപരിവർത്തനത്തിലൂടെയുള്ള ജനസംഖ്യ വർധനവ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ നാളുകളിലുള്ള കണക്കുകളൊന്ന് വിലയിരുത്തി നമുക്ക് ചർച്ചകളിലേക്ക് പോകുന്നത് വളരെ നല്ലതായിരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. 2-3 തലങ്ങളിൽ ആ കണക്കുകളെ നമുക്ക് കാണാം. 1, ദേശീയ തലത്തിലുള്ള ജനസംഖ്യ പെർസെന്റേജ്. 2, കേരളമാകുന്ന സംസ്ഥാനത്തിന്റെ തലത്തിലുള്ള ജനസംഖ്യ പെർസെന്റേജ്. 3, കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും വന്നിരിക്കുന്ന മാറ്റങ്ങള് ജനസംഖ്യ തലത്തിലുള്ളത്. ദേശീയ തലത്തിലുള്ളതിനെ കുറിച്ച് സൂചിപ്പിച്ചാൽ ആകെ ജനസംഖ്യയിലെ ക്രൈസ്തവരുടെ പെർസെന്റേജ് 1953 2.3%. അത് 1961 വന്നപ്പോൾ 2.44%. 71 2.6%. പിന്നെയും 1981 വന്നു കഴിഞ്ഞപ്പോൾ 2.44% ആയി. അതിനുശേഷം കുറഞ്ഞ് ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം
2.3% ആണ് നിൽക്കുന്നത്. അതായത് 1951 ജനസംഖ്യ പെർസെന്റേജിൽ തന്നെയാണ് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ പെർസെന്റേജ് ഒരു ദീർഘകാലങ്ങളില് ഉയർന്നതിന് ശേഷം താഴ്ന്ന് 2.3% എന്ന് വന്ന് നിൽക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട രണ്ട് മതവിഭാഗങ്ങൾ ഹൈന്ദവരും മുസ്ലിം സമുദായവുമാണ്. ഹൈന്ദവരുടേതാണെങ്കിൽ 1951 84.1% ഇന്ത്യയിലെ ജനസംഖ്യാ ശതമാനം. എന്നാൽ 2011 വരുമ്പോൾ 84 ഗ്രാജുവലി കുറഞ്ഞ് 79.8% മാറിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം മുസ്ലിം വിഭാഗമാണ്. 1951 മുസ്ലിം ജനസംഖ്യ ശതമാന കണക്കിൽ ഇന്ത്യയിലേത് 9.8%. അത് 61 10.69% കൂടി, 71 11.21% കൂടി, 81 11.75 കൂടി, പിന്നെ 12 13. 2011 സെൻസസിൽ 14.23%. അതായത് 9.8% നിന്ന് 7 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 14.23% ജനസംഖ്യ മുസ്ലിം വിഭാഗത്തിന്റെ കുതിച്ചുയർന്നു 2011 പ്രകാരം. 2020 വരികയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിലെ ജനസംഖ്യ 16% കൂടുതൽ വരുമെന്നാണ് നിലവിലുള്ള കണക്കുകൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇതാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള 3 പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മതവിഭാഗങ്ങളുടെ ജനസംഖ്യാ ശതമാനം. സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ വിഭാഗങ്ങളുടെ ആനുപാതികമായിട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ജനസംഖ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവിധ മതവിഭാഗങ്ങളുടെ ജനസംഖ്യയുള്ള വേരിയേഷൻസിന് അപ്പുറത്ത് മതമില്ലാത്ത ഒരു കോളം കൂടി ഇന്ത്യയുടെ ജനസംഖ്യയിൽ പുതുതായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനസംഖ്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുമ്പോൾ ശരിയാവുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം 1951 0.4 ആയിരുന്ന മതമില്ലാത്തവരുടെ ജനസംഖ്യ ഇപ്പോൾ 1% മാറിയിട്ടുണ്ട്, വളർന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ ഏതാണ്ട് 120 വർഷക്കാലത്തെ ജനസംഖ്യയുടെ ഒരു കണക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് 1901 മുതൽ 2011 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇതിൽ ക്രൈസ്തവ വിഭാഗം എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഡിനോമിനേഷൻസ് കൂടി ചേർന്നാണ്, ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് കൂടി ചേർന്ന് സിറ മലബാറുണ്ട്, മലങ്കരയുണ്ട്, ലാറ്റിൻ, ഇത് കത്തോലിക്ക വിഭാഗം, പെന്റക്കോസ്റ്റ്, അതുപോലെ തന്നെ മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ് എന്നിങ്ങനെയുള്ള CSI എന്നിങ്ങനെയുള്ള ഇതര വിഭാഗങ്ങൾ, എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുള്ളതാണ് ക്രൈസ്തവ ജനതയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഈ 1901 മുതൽ 2011 വരെയുള്ള കണക്കുകൾ പെർസെന്റ് അടിസ്ഥാനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവരുടേത് 1901 അന്നത്തെ ജനസംഖ്യ പ്രകാരം, അന്ന് കേരളത്തിലെ ജനസംഖ്യ വെറും 63 ലക്ഷമാണ് എന്ന് മാത്രമാണ് എന്നുള്ളതും നമ്മൾ ഓർക്കുക. അന്നത്തെ ജനസംഖ്യ പ്രകാരം ക്രൈസ്തവരുടെ ജനസംഖ്യ 14%. ഇന്ന് 2011 അടിസ്ഥാനമാക്കി 2011 പറയുവാൻ കാരണം ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്ന റെക്കോർഡ് ലാസ്റ്റ് സെൻസസിന്റെ പ്രകാരം. അത് വെച്ച് നോക്കുമ്പോൾ ആ ക്രൈസ്തവ ജനസംഖ്യ 18.4% കൃത്യമായിട്ട് പറഞ്ഞാൽ 18.38% ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അത് 1901 കമ്പയർ ചെയ്യുമ്പോഴാണ്. അന്നത്തെ മുസ്ലിം ജനസംഖ്യ 17.5% 2011 സെൻസസിൽ 26.6% ഉയർന്നിട്ടുണ്ട്. അതേസമയം അന്നത്തെ ഹൈന്ദവ ജനസംഖ്യ 68.5 നിന്ന് 54.9 താഴ്ന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ
ക്രൈസ്തവ ജനസംഖ്യ 14 18.4 ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം നമുക്ക് കണ്ടെത്താം. പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ക്രൈസ്തവ ജനസംഖ്യ 1961 1971 ഈ കാലഘട്ടങ്ങളില് 21.2 21.1 ഇങ്ങനെ പെർസെന്റേജില് 14 കുതിച്ചുയർന്നതാണ്. അതാണ് പിന്നെ താഴോട്ട് വന്ന് 18.38 വന്ന് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യയുടെ കണക്കുകള്. ഇവിടെയും ഞാൻ സൂചിപ്പിക്കട്ടെ ഒരു കാര്യം, പുതിയതായിട്ട് ഒരു വിഭാഗം കൂടി ഇവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മതമില്ലാത്ത ഒരു ഗ്രൂപ്പ് കൂടി. അതെ അതെ, അതായത് അഡ്വക്കേറ്റ് വി സുഭാഷൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ഈ ജനസംഖ്യയിലുള്ള വലിയൊരു ഒരു കുറവല്ലേ, വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറവാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ, ഈ ഒരു പ്രൊജക്ഷൻ നമുക്കൊരു 20-30 വർഷത്തേക്ക് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൊജക്ഷനിലേക്ക് കടക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഒരു പ്രൊജക്ഷൻ ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും ഈ ഡേറ്റകൾ വെച്ച് നമ്മള് 2050 വരെയുള്ള ഒരു കണക്കിലേക്ക് കടക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 2050 ഇതിന് വ്യത്യസ്തമായൊരു ചിത്രമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ കാണുന്ന ജനസംഖ്യ ടോട്ടലിലുള്ള വർധനവ് ഒരു പക്ഷേ അടുത്ത ഒരു സെൻസസിൽ 2021 സെൻസസിൽ കൂടി മാത്രമേ തുടരുവാനുള്ള സാധ്യതയുള്ളൂ. അതിനുശേഷം കേരളത്തിന്റെ ടോട്ടൽ ജനസംഖ്യ കുറയുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വരാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനന നിരക്ക്, മരണനിരക്ക്, ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ചയിൽ അല്പം കഴിയുമ്പോൾ സമയം തരുമെന്ന് കരുതുകയാണ്. അത് വരുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ച് തരുന്നതാണ് അതിനെക്കുറിച്ച്. അതായത് ജനസംഖ്യയിൽ വലിയൊരു കുറവുണ്ടാകും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കുറവിലേക്കാണ് ഈ ജനസംഖ്യ കണക്കുകൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് കണക്കുകൾ നിരത്തി അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ ഇവിടെ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് ചേർത്തും കൂടെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇങ്ങനെ കുറവുണ്ടായാലും കൂടുതലുണ്ടായാലും ഈ ഡേറ്റാസ് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് രണ്ടും പ്രധാനമായിട്ട് ബാധിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങളെയാണ്. ഈ കുറവുകൾ വന്നാലും ഉയർച്ച വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ജനസംഖ്യ വർധനവ് വരുന്നത് മുസ്ലിം വിഭാഗത്തിലാണ്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജോസ് വിധേയത്തിൽ, എങ്ങനെയാണ് ഈ ഒരു കണക്കിനെ കാണുന്നത്? എന്തുകൊണ്ടായിരിക്കാം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ജനസംഖ്യയിലുള്ള ഒരു ഇടിവ് ഉണ്ടാകുന്നത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം? നിതിൻ, വി സി സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച ഒരു കണക്ക് ശ്രദ്ധിച്ചു കാണുമല്ലോ. എനിക്ക് തോന്നുന്നു 1901 മുതൽ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ വന്നു. ഈ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പോപ്പുലേഷന്റെ ബൈഫർക്കേഷൻ എടുത്താൽ നമ്മുടെ പോപ്പുലേഷനൊക്കെ കൂടി വരികയായിരുന്നു. നാമമാത്രമായിട്ടെങ്കിലും കൂടുന്നു. ആ കൂടല് അത് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കുറെ വന്നു കഴിഞ്ഞപ്പോ അത് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് കുറെ കാരണങ്ങളുമുണ്ട്. അങ്ങനെ കുറയുന്ന അത് പക്ഷെ ഇപ്പോ ഒരു ആശങ്കാജനകമായ ഒരു സ്ഥിതിയിലേക്കാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഈ പോപ്പുലേഷനൊക്കെ നിയന്ത്രിക്കാൻ ഉള്ളൊരു ശ്രമം, ബോധപൂർവമായ ശ്രമം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റു സാമൂഹ്യ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പോപ്പുലേഷന്റെ ഒരു റേറ്റ് ഇൻക്രീസിങ്, അലാർമിംഗ് റേറ്റ് കുറച്ചു വരാനുള്ള ശ്രമം അത് കുറെ ബാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഭാഗത്തിൻ്റെത് ഒഴിച്ചുള്ള പോപ്പുലേഷൻ റേറ്റ് ഈസ് ഡിക്രീസ്. സൂചിപ്പിച്ചു കൃത്യമായിട്ട് തന്നെ എന്റെ കണക്കിലേക്കൊന്നും ഞാനിനി കിടക്കുന്നില്ല. അപ്പൊ നമുക്കുണ്ടായിരുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്, എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിനും അവരെ കുറെ കൂടി സിവിലൈസറായിട്ട് മാറുന്ന ഒരു എഡ്യൂക്കേഷൻ രംഗത്തും ഒക്കെ സാഹചര്യമുണ്ടായി. കുറെ അതാണ് അതിന്റെ കാരണം. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഏർലി മാരേജ് അല്ല നമ്മുടെ ഒരു സിസ്റ്റം. പണ്ട് കാലത്തൊക്കെ ഒരുപക്ഷെ ഏർലി മാരേജ് ഒക്കെ ഉണ്ടായിരുന്നു കാണും. പക്ഷേ ഒരു 1950 കഴിഞ്ഞിട്ട് അതിങ്ങോട്ട് കുറഞ്ഞു, അതായത് മാരേജിന്റെ ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു മാരേജിന്റെ ഒരു സമയം, സീസൺ ഒരുപക്ഷെ ഒരു
25-നും മുകളിൽ 30 വയസ്സ് വരെയൊക്കെ ഉള്ള ഒരു പ്രായത്തിലാണ് ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത്. ഒരുപക്ഷെ 25 ആകുമ്പോഴാണ് പെൺകുട്ടികൾ വിവാഹിതരാകുന്നത്. അപ്പൊ ആ പീരീഡ്, അതേസമയം നമ്മൾ പറഞ്ഞ മറ്റു ചില വിഭാഗങ്ങളെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സിൽ ദേ ആർ ഗെറ്റിംഗ് മാരീഡ്. മാത്രമല്ല അവർ ആ 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 1-2 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും കൂടെ ആയി മാറുന്ന അങ്ങനെ ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ മറ്റു പല ഘടകങ്ങളും അതിലുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ലേറ്റ് മാരേജിലേക്ക് നമ്മൾ തന്നെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷെ അതിന് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് രീതിയിൽ. അതായത് നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ്. നമ്മുടെ ആളുകളൊക്കെ 20 വയസ്സിൽ മാരേജിന് പോകുന്നു, പഠിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ദർ ഇസ് എ ചോയ്സ് വെദർ ടു ബി എഡ്യൂക്കേറ്റഡ് ഓർ ടു ബി മാരീഡ്. പണ്ട് കാലത്തൊക്കെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച ആരുടെയെങ്കിലും കൂടെ അയക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് മാറി. നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടമാക്കായപ്പോ നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓർക്കുന്നുണ്ടോ, ഈ പോപ്പുലേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായി. നമ്മൾ മതപരമായിട്ട്, അതായത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ വ്യൂവില് അത്തരത്തിലുള്ള ഡിവൈസുകളൊന്നും ഉപയോഗിക്കാതെ കണ്ട് സ്വയം നിയന്ത്രണത്തിലൂടെ പോപ്പുലേഷൻ കുറയ്ക്കുക എന്നൊരു സങ്കല്പമാണ് നമുക്കുള്ളത്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. അതൊരു പക്ഷേ ഇങ്ങനെ വന്ന് ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക്, ഒരു അണുകുടുംബത്തിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരിക. പിന്നെ അതിനേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആളുകളിൽ ഒരു എബൌട്ട് 20% എങ്കിലും ഇന്ന് മൈഗ്രേറ്റഡ് ആണ് ടു അതർ പ്ലേസസ്. അതൊരു പക്ഷേ ജില്ലാ തലത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ആവാം, അല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്താവാം. ഇപ്പൊ അതിനേക്കാൾ നമ്മുടെ ആളുകൾക്ക് അവസരങ്ങൾ ഇല്ലാതെ വരുന്നു. നമ്മുടെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി മാറുന്നു, സിവിലൈസ്ഡ് ആയി മാറുന്നു. അപ്പോ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ കിട്ടാൻ വിദേശത്തെ വിദ്യാഭ്യാസത്തിന് ജോലിക്കുമായിട്ട് പോകേണ്ട സാധ്യത. നമ്മുടെ മൈഗ്രേഷൻ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പൊ ഇതൊക്കെയാണ് ഈ പോപ്പുലേഷന്റെ ഒരു ഡിക്രീസിങ് ട്രെൻഡ് ഉണ്ടാവുന്നതിനുള്ള കാരണമെന്ന് വിശദമായിട്ട് പറയാം. വ്യക്തമാണ്. ശ്രീ MB ജോസഫ് മേനച്ചേരി മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. 20 വർഷത്തോളം ഇന്റർനാഷണൽ ലേബർ യൂണിയനിൽ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ആയിരുന്നു. ഒരു ആഗോള തലത്തിൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെ അഡ്വക്കേറ്റ് ജോസ് പീരിൽ പറഞ്ഞതുപോലെ ഒരു മൈഗ്രേഷൻ ഈ ഒരു പോപ്പുലേഷനുമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ബന്ധം എങ്ങനെയാണ്? ആളുകൾ ഈ പുതിയ തൊഴിൽ മേഖലകൾ തേടി പോകുന്നു, നാട്ടിൽ തൊഴിൽ കുറഞ്ഞു വരുന്നു, അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെയൊക്കെ നമ്മൾ ചേർത്ത് വായിക്കാൻ സാധിക്കുമോ? ശ്രീനാഥൻ, ആദ്യമായിട്ട് എന്നെ ഈ ഒരു ചർച്ചയിലേക്ക് ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകിച്ച് നന്ദി പ്രകടിപ്പിക്കട്ടെ. ഷക്കീന TV ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചതും നേരത്തെ ഷെവലിയർ സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഒരു നല്ല കാര്യമാണ്. കാരണം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇതിന്റെ വസ്തുതകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. എന്നെ ഇതിനകത്ത് ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകിച്ച് കടപ്പെട്ടവനാണ്. ഷെവലിയർ സെബാസ്റ്റ്യൻ വളരെ പഠിച്ച ഒരു വിഷയമാണിത്. വളരെ അഗാധമായിട്ട് ഇതിനകത്തേക്ക് കടന്ന് ചെന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സമൂഹത്തിനും അവരുടെ ജനസംഖ്യ കുറയുന്നത് ഒരു 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 നല്ല കാര്യമായിട്ട് കരുതാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് വളരെ തുച്ഛമായ ഒരു ന്യൂനപക്ഷമായ ഇന്ത്യയില് ക്രിസ്തീയ സമൂഹം ത്തിന്റെ സംഖ്യ കുറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം വളരെ 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 വൈദഗ്ധ്യത്തോടു കൂടി ഷെവലിയർ സെബാസ്റ്റ്യനും പിന്നീട് ജോസ് വിദ്യത്തിൽ വക്കീലും ഇതിനെപ്പറ്റി കണക്കുകൾ നമ്മുടെ മുമ്പിൽ വെച്ചു. എനിക്ക് 1-2 കാര്യങ്ങൾ ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ ഓൾ ഇന്ത്യ തലത്തില് മൊത്തത്തിൽ ഇന്ത്യയുടെ നമ്മള് കാനുഷ്മാരി സെൻസസ് കണക്കുകൾ നോക്കുമ്പോൾ ഷെവലിയർ പറഞ്ഞതുപോലെ 1951 സെൻസസ് പ്രകാരം ഉണ്ടായിരുന്ന ഏതാണ്ട് 2003% തന്നെയാണ് ക്രിസ്ത്യാനികള് ഇപ്പോഴും ഇന്ത്യയിലുള്ളത്. ഇടയ്ക്ക് കുറെ കൂടി, പക്ഷെ വീണ്ടും കുറഞ്ഞ് ഇപ്പൊ പഴയ ആ നിരക്കിലേക്ക് തന്നെ 2011 കണക്ക് നോക്കിയാൽ ഏതാണ്ട് 1951 അതേ 2.3% ഏറെക്കുറെ വന്നിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു കണക്കില് ഓൾ ഇന്ത്യ തലത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ
എന്റെ അഭിപ്രായത്തില് ഇതിനകത്ത് ഒരു വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ രഹസ്യത്തിന്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഭരണഘടനാ പ്രകാരമായി ഒരു ക്രൈസ്തവ മതത്തിലേക്ക് മാർഗം കൂടി വരുന്ന ഒരു വ്യക്തിക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാണ്. ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാല് റിസർവേഷൻ, മറ്റുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ ആന്ധ്രയിൽ ഉദാഹരണത്തിന് 5-6 വർഷം UN-ലും അതിനു മുമ്പ് സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ജോലി നോക്കിയിട്ടുണ്ട്. അവിടെ ഒരു വലിയൊരു ക്രിസ്തീയ സമൂഹം തന്നെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭയല്ല, പക്ഷേ കത്തോലിക്ക ഇതര സഭകള് കഴിഞ്ഞ 10-40 വർഷമായിട്ട് 19 വർഷമായിട്ട് ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. ഇന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ജഗൻ തന്നെ ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. റെഡ്ഡി വിഭാഗത്തിൽപ്പെട്ടവർ ഒരുപാട് പേര് ക്രിസ്ത്യാനികളാണ്. അതുപോലെ തന്നെ മറ്റ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവര് കാനേഷുമാര് സെൻസസ് വരുമ്പോഴൊന്നും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തില്ല. കാരണം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റിസർവേഷൻ എന്നുള്ള ആനുകൂല്യങ്ങൾ പലതും നിഷേധിക്കപ്പെടും. എന്റെ തന്നെ ബാച്ചിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, 1978 ബാച്ചില് IAS ആന്ധ്രയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ പേര്, അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള ഇതിലാണ് IAS കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2.3 എന്നുള്ള ഈ സംഖ്യ ഉണ്ടല്ലോ, ഈ പെർസെന്റേജ് ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു അത് ഒരു ശരിയായ കണക്കായിരിക്കാൻ വഴിയില്ല. കാരണം ഒരുപാട് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ആ മേഖലകളിൽ ഛത്തീസ്ഗഡ്, ആന്ധ്ര, ആ മേഖലകളിലൊക്കെ ക്രിസ്ത്യാനികൾ ഒരിക്കലും അവര് ഒരു സെൻസസില് ഒരു ക്രിസ്ത്യൻ എന്നുള്ള ഒരു ഇത് കൊടുക്കില്ല. ഒന്നില്ലെങ്കിൽ നേരത്തെ ഷെവലിയർ സൂചിപ്പിച്ചതുപോലെ അഗ്നോസ്റ്റിക് എന്നോ മതമില്ലാന്നോ പറയും, അല്ലെങ്കിൽ ഹൈന്ദവരായിട്ട് തന്നെ അവരുടെ കണക്കുകൾ രേഖപ്പെടുത്തും. അതുകൊണ്ട് ഈ 2.3 എന്ന് പറയുന്ന കണക്കില് ഒളിഞ്ഞിക്കെടുക്കുന്ന പല വസ്തുതകളും ഉണ്ടെന്നാണ് എന്റെ ഒരു ബോധം. 2.3 ആയിരിക്കും, അതിലൊക്കെ കൂടുതലായിരിക്കും, വളരെ കൂടുതലായിരിക്കും എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും തീർച്ചയായിട്ടും നല്ല ഒരു വർധനവ് അതിനകത്തുണ്ട്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ സംഖ്യ നമ്മുടെ കണക്ക് പ്രകാരം കാണുന്ന സംഖ്യയല്ല, അതിലും കൂടുതലാണ് എന്നൊരു ബോധ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ശബരിമല സൂചിപ്പിച്ചതുപോലെ അത് ആ നമ്പർ കുറയാൻ പോകുന്നത് ഇപ്പൊ തന്നെ കുറഞ്ഞു നിൽക്കുന്ന 79.8% ഉള്ള കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽ നിന്നായിരിക്കും ആ കുറവ് ശരിക്കുള്ള കണക്ക് വന്നാല് കുറയാൻ പോകുന്നത്. അതൊരു പോയിന്റ് ഞാൻ ആദ്യം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ സമൂഹത്തില് ജനസംഖ്യ കുറയുമ്പോൾ വളരെ ഒരു ഭയാനകമായിട്ടൊരു കാര്യമാണ്. ഒരിക്കലും അത് ഭാവി എന്താകും, ഒരു സമൂഹം ഇല്ലാതെയാകെ പോകും. ലോകത്തിൽ അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഭയമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അതിന്റെ ഒരു മറുവശം, ഒരു ആഗോള തലത്തിൽ നോക്കുമ്പോൾ ഞാൻ അതിന്റെ മറുവശം ഒരു ക്രിസ്തീയ വീക്ഷണത്തോടു കൂടെ നോക്കുമ്പോൾ പറയാനായിട്ടുള്ള ഒരു മറുവശം കൂടി പറയാൻ കാരണം ഒരു ചർച്ചയില് 2 വശവും വല്ലതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഭയം എല്ലാവരുടെ അടുത്തും ഉണ്ടാകും, നമ്മുടെ അടുത്തും ഉണ്ടാകും, സാമൂഹ്യമായിട്ടും ചിന്തിക്കുന്നവരുടെ ഇടയിൽ ഉണ്ട്. മറുവശം എന്ന് പറഞ്ഞാല് ഞാന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്മോൾ ഫ്ലോക്സ് ഡു നോട്ട് ബി അഫ്രേഡ്. ചെറിയ അജഗണങ്ങളെ ഭയപ്പെടേണ്ട. കാരണം ക്രിസ്തുവിന്റെ ആ ശക്തി തീർച്ചയായിട്ടും ചെറിയ അജഗണങ്ങളിൽ കൂടെ പ്രവർത്തിക്കും. ഭയപ്പെടേണ്ട എന്ന് വിശുദ്ധ ലൂക്ക പൗലോസ്ലീഹായുടെ കൂടെ ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു. അതുകൊണ്ട് റോമായിലും മറ്റുമൊക്കെ ചെറിയ അജഗണങ്ങള് എങ്ങനെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് വലിയ പന്തലിച്ച് വളർന്ന ഒരു ക്രിസ്തീയ സമൂഹമായി ഇന്ന് മാറി എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അത് നമ്മള് ആ ഭയപ്പാടിൽ നിന്ന് നമ്മൾ ഒരു പരിധി വരയ്ക്ക് നമ്മളെ മാറ്റുന്നു. രണ്ടാമതൊരു പോയിന്റ്, വളരെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാല്, ഇന്ന് ലോകത്തില് ഏറ്റവും എന്താ പറയാ, ഏറ്റവും ശക്തി കൂടിയിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞ യൂത വിഭാഗമാണ്. വെറും 1.6 കോടിയോളം ജനസംഖ്യ മാത്രമുള്ളവരാണ് ഇന്നൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ലോകം ഭരിക്കുന്നത്. അത് ഇസ്രായേൽ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ യൂതൻ അമേരിക്കയിലാണുള്ളത്. അവരാണ് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഭരിക്കുന്നത്. അവരാണ് ശാസ്ത്ര ലോകത്തെ ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നവർക്കാണ്.
ലോകത്തിലെ സയന്റിസ്റ്റായി ഐൻസ്റ്റീൻ ആണെങ്കിലും ഓപ്പൻ ഹൈഗർ ആണെങ്കിലും ഷോഡിഞ്ചർ, ഹൈസൻബർഗ് പോലെയുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരൊക്കെ ആ ഒരു സമൂഹത്തിൽപ്പെട്ടവരാണ്. ഇന്ന് US സമ്പദ്ഘടനയും വേണമെങ്കിൽ പറയാം US ഇലക്ഷൻ പോലും നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്നതും ആ സമൂഹമാണ്. വളരെ തുച്ഛമായിട്ടുള്ള ജനസംഖ്യ ഉള്ള ഒരു സമൂഹം മാത്രമായിട്ടുള്ള യൂതന്മാര് ആണ് ഇന്ന് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയും വേണമെങ്കിൽ മറ്റുള്ള വ്യവസ്ഥകളും ഒക്കെ നിയന്ത്രിക്കുന്നത്. ഫേസ്ബുക്ക് ഇന്ന് ലോകത്തിന്റെ വിനിമയം എല്ലാം അവരുടെ കയ്യിലാണ്. മാർക്ക് സുക്കർബർഗും അതേ സമൂഹത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമുദായം ചെറുതാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മള് തീർച്ചയായിട്ടും ഭയപ്പെടണം. പക്ഷെ നമ്മുടെ ഊന്നൽ ആ സമൂഹത്തിന്റെ മാനവശേഷി വളർത്തുക എന്നതായിരിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിന്റെ എത്ര അതിന്റെ മാനവശേഷി വളർത്താൻ സാധിക്കുമോ അത്രയും കൂടുതൽ നമുക്ക് ലോകത്തെ സ്വാധീനിക്കാൻ സാധിക്കും, കേരളത്തെ സ്വാധീനിക്കാൻ സാധിക്കും. സാധിക്കും. എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. മൈഗ്രേഷൻ നമ്മുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിക്കിടന്നിരുന്ന ഒരു സഭ ഇന്നൊരു ആഗോള സഭയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പഴക്കം ചെന്ന സഭകളിൽ ഒന്നാണ് കേരളത്തിന്റെ ഈ സുറിയാനി സഭ. കോപ്റ്റിക് സഭയും ഈജിപ്തിലെ കോപ്റ്റിക് സഭയും വേണമെങ്കിൽ എത്യോപ്യയിലത്തെ സഭയും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചേർന്ന, അവരെക്കാളും പഴക്കം ചേർന്ന ഒരു സഭയാണ്. പക്ഷെ അത് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കിടന്ന ഒരു സഭ ഇന്ന് മൈഗ്രേഷൻ കൂടെ ഇന്ന് ലോകം മുഴുവൻ വ്യാപ്തി ഉള്ള ഒരു സഭയായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് ഇടവകകളും നമുക്ക് രൂപതകളും ഒക്കെ ലോകത്തെമ്പാടും വന്നിരിക്കുന്നു. അതാണ് ഇത് തീർച്ചയായിട്ടും നമുക്ക് ശക്തി നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ശ്രീ MB ജോസഫ് മാനേജർ IAS നമ്മളോട് ഇവിടെ പങ്കുവച്ചത്. അടുക്കടി ശബരിമല VC സെബാസ്റ്റ്യൻ, ഇവിടെ ശ്രീ MB ജോസഫ് IAS പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചു കഴിഞ്ഞു. ഒരു വശത്ത് ഒരു പോസിറ്റീവായ ഒരു സാധ്യത കൂടി അദ്ദേഹം ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരിക. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിലൊരു സാമ്പത്തികമായ ഒരു കാരണം കൂടി ഇതിനകത്തില്ലേ? ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഇതിനകത്തുള്ള ഒരു പ്രശ്നമല്ലേ? അത് ഉറപ്പ് വരുത്താത്തിടത്തോളം കാലം എങ്ങനെ ഈ സമൂഹത്തിൽ ജനസംഖ്യ വർധനവിന്റെ സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും? ബഹുമാനപ്പെട്ട ജോസഫ് സാറും ബഹുമാനപ്പെട്ട വിധേയത്തിൽ സാറും പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് സൂചിപ്പിക്കാതെ ആഗ്രഹമില്ല. നമ്മൾ ഇതിനെ കാണുമ്പോൾ സീറോ മലബാർ സഭ എന്നോ ഏതെങ്കിലും ഒരു സഭ ഡിനോമിനേഷൻ എന്നോ കാഴ്ചപ്പാട് ജനസംഖ്യ കാണാൻ പാടില്ല. ക്രിസ്ത്യൻ ജനവിഭാഗം എന്നുള്ള ക്രൈസ്തവ കാഴ്ചപ്പാടിൽ മാത്രമേ ഈ കണക്കുകളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. സീറോ മലബാർ സഭയുടെ മാത്രമായിട്ടൊരു കാഴ്ചപ്പാടിലാണെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് സാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൈഗ്രേഷൻ, നമ്മുടെ പുതിയ രൂപതകള്, ഇതെല്ലാം വലിയ സംഭാവനകളും വലിയ ഉയർച്ചയും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെങ്കില് പൊതുവായ ക്രിസ്ത്യൻ എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ വിലയിരുത്തണം. അത് വിലയിരുത്തുമ്പോൾ 3 തലങ്ങളെ കുറിച്ച് എനിക്ക് പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ടി വരുന്നു. അതായത് നമ്മുടെ കണക്കുകൾ പ്രകാരം, ഗവൺമെന്റ് കണക്കുകൾ പ്രകാരം നമ്മുടെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെത് കേരളത്തിൽ ഉയർന്നു നിന്നത് 1961 സെൻസസിലാണ്. നമ്മുടെ ഏറ്റവും മാക്സിമം ജനസംഖ്യ എന്ന് പറയുന്ന പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 21.2%. അത് 1961 51, 61, 71 ഈ 3 സെൻസസുകളിൽ നിഴലിച്ച് കാണുന്നത് മൈഗ്രേഷൻ ഉണ്ട്. പക്ഷെ ആ മൈഗ്രേഷൻ ഭാരതപ്പുഴയ്ക്കും പമ്പാനദിക്കും ഇടയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജനവിഭാഗം ഹൈറേഞ്ചിലേക്കും മലബാറിലേക്ക് നടത്തിയ മൈഗ്രേഷനാണ്, ഇന്റേണൽ മൈഗ്രേഷനാണ്. അത് നമ്മുടെ ജനസംഖ്യയെ ദൂഷ്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷെങ്കിൽ തുടർന്നുള്ള അതെല്ലാം ഒരു അതിജീവന പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. ആ മൈഗ്രേഷൻ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റമായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. കാരണം അതിജീവന പോരാട്ടം. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ മൈഗ്രേഷൻ വരുന്നത് 1980-കളിലാണ് പ്രധാനമായിട്ടും. 75, 80 ആ കാലഘട്ടങ്ങളിൽ ആ മൈഗ്രേഷൻ പ്രധാനമായിട്ടും വന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ളതാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കാനായിട്ട്, ജോലിക്ക് വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള ഒരു വേദികൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവർ നല്ലൊരു ശതമാനം
മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. കൃഷിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ബോർഡർ പ്രദേശങ്ങളിലൊക്കെ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ അവിടെ സെറ്റിൽ ചെയ്തവരെല്ലാം മാറുന്ന സമയത്ത് കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു ഡിക്രീസിംഗ് ട്രെൻഡ്, ഒരു കുറവില്ലാത്ത ഭാഗം ആരംഭിക്കുന്നത് 1981 മുതലാണ് തുടർന്നിങ്ങോട്ട്. അത് 14 നിന്ന് 21.2 വന്നു. അതിനുശേഷം വന്നിരിക്കുന്ന ഡിക്രീസിംഗ് ട്രെൻഡിന്റെ ഒരു കാരണം. രണ്ടാമത്തെ കാര്യം, ഈ മൈഗ്രേഷൻ തുടർച്ചയാണ് 80-ഓടുകൂടി നമ്മുടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുള്ള ക്രൈസ്തവരുടെ മൈഗ്രേഷൻ ഉണ്ടായത്. ഇതെല്ലാം കേരളത്തിന്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് മാത്രം നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. ജോലി തേടിയുള്ള ആ മൈഗ്രേഷൻ സീറോ മലബാർ സഭ കമ്മ്യൂണിറ്റി മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ജാക്കോബായ, അതോടൊപ്പം തന്നെ മാർത്തോമ, ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ മൈഗ്രേഷൻ ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉണ്ടായി. പ്രത്യേകിച്ച് കനാനായ വിഭാഗത്തിന് നല്ലൊരു ശതമാനം ആൾക്കാർ വിദേശ രാജ്യങ്ങളിലാണ്. അവര് പലരും അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ വന്നത് നമ്മുടെ സാമ്പത്തികമായിട്ട് ഉയർത്തുന്നുള്ള അവസരമുണ്ടായി. ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ നിതിൻ, വാസ്തവത്തില് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് അത്താഴ പട്ടിണിയില്ലാതെ കാർഷിക മേഖലയിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ ഒരു സമൂഹത്തിന്റെ വീട്ടിൽ അത്താഴ പട്ടിണി ഇല്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു തലമുറ മക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും ജോലി തേടിപ്പോയി ആ ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ട് പരാമർശിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. നഴ്സിംഗ് മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് വലിയ സേവനം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഈ രീതിയിൽ ഈ മൈഗ്രേഷനിലൂടെ നിർവഹിച്ചിട്ടുണ്ട്. അത് ഞാൻ പരാമർശിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ 91, 2001 എന്നിങ്ങനെയുള്ള വർഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ 21.2 എന്ന് പറയുന്ന ശതമാനത്തിൽ നിന്ന് പുറകോട്ട് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഈ കൂട്ടത്തില് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടെ പറയാം. കേരളത്തിന്റെ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ കൂടിയുണ്ട്. കേരളത്തിന്റെ അതൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. കേരളത്തിലെ ജില്ലകൾ തിരിച്ചുള്ള കണക്കാകുമ്പോൾ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ഈ 3 ജില്ലകളിലാണ് ക്രൈസ്തവ പോപ്പുലേഷൻ കഴിഞ്ഞ 2010 സെൻസസിൽ ഉയർന്നു കണ്ടിരിക്കുന്നത്. അതായത് 2001-നും 2011-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഇൻക്രീസ്. ആകെ ജനസംഖ്യയിൽ കേരളത്തില് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ക്രൈസ്തവരുടെ വർധനവ് ഏതാണ്ട് 80,000 മാത്രമേ ഉള്ളൂ. അതേസമയം മുസ്ലിംസിന്റെ വർധനവ് 10 ലക്ഷമാണ്. ഹൈന്ദവരുടെ വർധനവ് 3,99,000 ഈ 80,000 വർധനവ് ഉള്ളപ്പോഴ് ചില ജില്ലകളില്, അതായത് തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം, അവിടെ വലിയൊരു ഇൻക്രീസ് കാണുന്നുണ്ട് നമ്മുടെ സെൻസസില്. അതേസമയം ഡിക്രീസ് കാണുന്ന സ്ഥലങ്ങള് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നിവയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? വയനാടും. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ മലയോര മേഖലയിൽ നിന്ന് തന്നെ ആൾക്കാര് കുടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നഗരങ്ങളിലേക്ക് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴേ അവര് ഈ നഗരങ്ങളിലേക്ക് തന്നെ മാറുന്നു എന്നുള്ളതുമാണ്. അല്ലാതെ ആ ജില്ലകളില് എന്തെങ്കിലും വലിയ വ്യത്യാസങ്ങൾ, പോപ്പുലേഷൻ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതല്ല. ഇതിന് നൽകുന്ന സൂചനകള് സാമ്പത്തികമായിട്ട് നമ്മെ വളർത്തുന്നതിലും ഉയർത്തുന്നതിലും ഇതെല്ലാം വലിയ ഘടകങ്ങളാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ജനസംഖ്യ വർധനവിന്റെ അടിസ്ഥാനത്തിലും ഉള്ളത് എന്നുള്ളതാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. 1 ബൈ ബർത്ത്, ജനനം കൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കാം. 2 ബൈ കൺവേർഷൻ, മതപരിവർത്തനത്തിലൂടെ വർദ്ധിപ്പിക്കാം. 3 മൈഗ്രേഷൻ. ഈ 3 രീതിയിലും. ഇനി വേറൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 1940, 30, ഈ 40, 50, 60 ഈ കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഇൻക്രീസ്. വളരെ വ്യക്തമായിട്ട് പറയട്ടെ,
ക്രൈസ്തവ മിഷൻ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലിച്ചു നിന്ന കാലഘട്ടങ്ങളാണിത്. മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവരിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ഇപ്പോഴും മിഷൻ പ്രവർത്തനം ഉണ്ടല്ലോ. അതാണ് നമ്മുടെ ചോദ്യം. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു കാലഘട്ടത്തില് ക്രൈസ്തവരുടെ ജനസംഖ്യ ഉയർത്തി കാട്ടുന്നതിന് ബർത്തും കൺവേർഷനും പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ഓരോ രീതിയിലുള്ള പ്രസംഗങ്ങളും ആഘോഷങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ സമുദായത്തിലേക്ക് ബൈ ബർത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടോ ആരും കടന്നു വരുന്നില്ല എന്നുള്ള ദയനീയ സ്ഥിതിയില്ലേ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജോസ് വിധേയത്തിൽ, ഇവിടെ വി സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ കേരള ക്രൈസ്തവ സമൂഹം ധാരാളം സംഭാവനകൾ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ രംഗത്ത്, സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ഇത്തരം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഈ കുറവൊന്നും സഭയുടെ കൺസേൺ ആയിട്ട് വരാതിരുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ പോയത്, അത് എന്തായിരിക്കും അതിന്റെ കാരണം? അത് സംഭവിച്ചു പോയതാണോ? സെബാസ്റ്റ്യൻ സാറിന്റെ മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് സിറ്റുവേഷൻ, കോവിഡിന്റെ പശ്ചാത്തലം, ഫ്ലഡിന്റെ പശ്ചാത്തലം, ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലം, ഇനി അത് വിട്ട് പൊളിറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചു, ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നല്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മലയോര മേഖലയിൽ നിന്നൊക്കെ ആളുകൾ കൃഷി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഉപാധി അല്ല എന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നു. ഞാൻ വിഷയത്തിലേ കിടക്കാം. ഞാൻ പറഞ്ഞ നമ്മുടെ സമൂഹം കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ എന്ന് പറയാം പറയപ്പെട്ടെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ സമുദായം. ഏറ്റവും കൂടുതൽ ഇപ്പൊ നിതിൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗവും അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് വിട്. നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ഒരു മാനസിക വളർച്ച, അതാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ നമ്മൾ ഒരുപാട് ശ്രമിച്ചു. ആ വിദ്യാഭ്യാസത്തിന്റെ പേരിലുണ്ടായ സാംസ്കാരിക വളർച്ച, അതാണ് ഒരുപക്ഷെ എന്റെ മനസ്സിൽ തോന്നിയതാണ് കുട്ടികളുടെ എണ്ണമൊക്കെ കുറയാനുള്ള സാഹചര്യം. കാരണം നമുക്കറിയാം, നമ്മൾ ചിന്തിക്കും, നമ്മളൊരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങള്, ആ കുഞ്ഞുങ്ങളെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം, ബഹുമാന ജോസഫ് സാറിന് പോലെ IAS കാരനാവുക അല്ലെങ്കിൽ വലിയൊരു ഡോക്ടർ ആവുക, അങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ അവരെ നമ്മൾ പഠിപ്പിക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു 3 വയസ്സ് മുതൽ കൊച്ചുങ്ങളിങ്ങനെ ശിക്ഷണമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു വിദ്യാഭ്യാസ ചെലവിലൊക്കെ വന്നിരിക്കുന്ന മാറ്റം അതൊന്നും നിസ്സാരമല്ല. നമ്മളിതൊക്കെ ഇങ്ങനെ ഉട്ടോപ്യനായിട്ട് പറഞ്ഞിട്ട് കാര്യം. 2 കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടില് അവര് ഭാര്യയും ഭർത്താവും പണിയെടുത്താൽ പോലും ആ കുഞ്ഞുങ്ങളുടെ മെയിൻ്റെനൻസ് ഓഫ് എഡ്യൂക്കേഷൻ അത് സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ സഭയിൽ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കാർഡിനൽ വർക്കി വിധേയത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു ലേഖനം എഴുതി കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാവേണ്ടത് ആവശ്യതയെക്കുറിച്ചും ഒക്കെ. അത് വന്നു കഴിഞ്ഞപ്പോ ഒരുപക്ഷെ പണ്ട് കാത്തലിക് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു ചൊട്ടേബായി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ലേഖനം എഴുതിയത് എന്താണ്, കാർഡിനൽ ബേബീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർക്കി പിതാവിനെ കുറച്ച് കളിയാക്കിക്കൊണ്ടൊക്കെ ഒരു ലേഖനം എഴുതി. കാർഡിനൽ ബേബീസ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. അത് ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ടു, നമ്മുടെ കാത്തലിക് മേഖലകളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോ വർക്കി പിതാവ് ഒരിക്കൽ ബാംഗ്ലൂർ വെച്ച് CBCയുടെ സമ്മേളനത്തിൽ അത് മറുപടിയും പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത്തരത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾ വർദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള. പക്ഷെ അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അവരെ പരിപാലിക്കാൻ അല്ലെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സമൂഹം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം മധ്യ തിരുവിതാംകൂറിലൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു 8 or 9 മക്കളുണ്ടാവും. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ. അതിലൊരു പക്ഷേ ഒരു വൈദികനും ഒരു കന്യാസ്ത്രീയും ഉണ്ടാവും. അത്തരത്തിലുള്ള സങ്കല്പത്തിൽ കൂടെ നമ്മുടെ സെൻട്രൽ ട്രാവൻകൂർ ഏരിയ വളർന്നു വന്ന ഒരു കാലത്ത്. ഇന്നിപ്പോ അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 2 കുഞ്ഞുങ്ങള്, പരമാവധി 3, ഇപ്പൊ അത് 2ലേക്ക് പോരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് 1 കുഞ്ഞുങ്ങളിലേക്ക് തന്നെ അത് എന്താ പറയുക സംയമനത്തോടു കൂടി ഒതുക്കുക.
കാരണം ഒരു കുഞ്ഞ് LKG പഠിക്കണമെങ്കിൽ വരുന്ന ചെലവിനെ കുറിച്ച് നമുക്ക് ഊഹിച്ചൂടെ? പണ്ട് നമ്മള് പള്ളിക്കൂടത്തിൽ ചെറിയ നിലത്തെഴുത്ത് പഠിക്കാൻ പോകുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചാണ് വരുന്നത്. സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ ഈ സാധാരണ സ്കൂളുകളാ. ഇന്ന് ആ സങ്കല്പം മാറി. ഇതൊരു പക്ഷെ IAS അക്കാഡമി പഠിക്കുന്നതിനേക്കാളും പ്രാവീണ്യത്തോടു കൂടി പോയി പഠിക്കേണ്ട, ചെലവോടുകൂടി പഠിക്കേണ്ട ഒരു സ്ഥിതിയാണ് LKG. അപ്പൊ ആ ഒരു അവസ്ഥ അതുണ്ട്. അത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. റിയലൈസ് ചെയ്ത് മാത്രം എന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ നമുക്കൊരു ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ എങ്കിൽ കൂടി ഇതുകൂടി ഒരു ഇന്റൻഷനായിട്ട് മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെന്ത് പ്രതിവിധിയാണ് നമ്മുടെ സഭയ്ക്കും അല്ലെങ്കിൽ സമൂഹത്തിനും മുമ്പോട്ട് താങ്കൾക്ക് വെക്കാനുള്ളത്? സഭ പോപ്പുലറൈസ് ചെയ്യണം. സഭയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് ജനിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റ് സമുദായങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾ അപേക്ഷിച്ച് പോപ്പുലേഷൻ കൂട്ടുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ജനിക്കേണ്ട കുഞ്ഞുങ്ങള്, സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സാഹചര്യം ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സഭയുടെ ഏറ്റവും വലിയ കടമയാണത്. നമ്മളിപ്പോ സഭ നേരത്തെ സെബാസ്റ്റ്യൻ മധു സ്ഥാപനവൽക്കരിച്ചല്ലോ. നമ്മുടെ സഭയുടെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ, അത് ആ സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകളുടെ സാമൂഹ്യ വളർച്ച ഉപകരിക്കും, അതും ശരിയാണ്. പക്ഷെ അത് മാത്രമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയാൽ ഈ അവസ്ഥ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, മധ്യ തിരുവിതാംകൂറിലെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. മധ്യ തിരുവിതാംകൂറില് ഉണ്ടായിരുന്ന പോപ്പുലേഷൻ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം അതൊന്ന് കൺസിഡർ ചെയ്താൽ മതി. അതായത് സഭയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശമാണ് അഡ്വക്കേറ്റ് ജോസ് വിദ്യാർത്ഥിയുടെ മുന്നോട്ട് വെക്കുന്നത്. ശ്രീ MP ജോസഫ് IAS, ഇവിടെ നമ്മൾ കേരളത്തിലെ അടുത്ത കാലത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ജസ്റ്റിസ് JB കോശി ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. എന്നാൽ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, നേതൃത്വത്തിന് ഈ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ജനസംഖ്യയിൽ വരുന്ന ഈ ഒരു പിന്നോക്കാവസ്ഥയെക്കുറിച്ചൊക്കെ ഒരു ആശങ്ക സർക്കാരിന് ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഈ സർക്കാർ തലത്തിൽ, ഗവൺമെന്റ് തലത്തിൽ എന്തൊക്കെ ഇടപെടലുകൾക്കുള്ള ശ്രമം നടത്തുമെന്നാണ് താങ്കൾ നോക്കിക്കാണുന്നത്? നമുക്കറിയാം ജിയോ പാഴ്സി എന്ന് പറയുന്ന സ്കീം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അങ്ങനെയുള്ള ഒരു അത്തരത്തിൽ ഇതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതില് ഒരുപാട് വസ്തുതകള് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കൊക്കെ ഈ 1000 വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മളൊക്കെ വലിയ തറവാടികളാണെന്നും നമുക്കൊക്കെ സർക്കാരിൽ നിന്നൊരു സൗജന്യം വാങ്ങിച്ച് നമ്മുടെ സമുദായത്തിന് നൽകുന്നത് ഏതാണ്ട് കുറവാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ തലയിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ഷെവലിയർ പറഞ്ഞപ്പോഴ് നമ്മുടെ ഇടയിലുള്ള ദാരിദ്ര്യത്തിനെ പറ്റി നമുക്ക് തന്നെ ഒരു കണക്കില്ല എന്നുള്ളത് എത്രയോ സത്യമായി. അതിന്റെ ഒരു ഉത്ഭവം ഇതാണ്. നമുക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. നമ്മുടെ സമുദായം എന്താണ്? മിശയുടെ സമുദായമാണ്. നമ്മുടെ കുടുംബം മിശയുടെ കുടുംബമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു കാലത്ത് ആയിരിക്കാം. ഇന്ന് നമ്മുടെ ഇടയിൽ പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് സൊല്യൂഷൻസിനെ പറ്റി ചോദിച്ചു. 2-3 സൊല്യൂഷൻസ് എന്റെ മനസ്സിൽ വന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് എത്രമാത്രം പ്രായോഗികമാക്കും എന്നുള്ളത്. റിവേഴ്സ് മൈഗ്രേഷനെ പറ്റി ഇവിടെ പ്രതിപാദിച്ചു. നമ്മൾ ഒരു പരിധി വരയ്ക്ക് റിവേഴ്സ് മൈഗ്രേഷൻ, കേരളത്തിലേക്ക് മടക്കമുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ റിവേഴ്സ് മൈഗ്രേഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവരിവിടെ വന്നിട്ട് അവര് ഇന്ന് പ്രബുദ്ധരാണ്. അവർ ലോകം കണ്ടിരിക്കുന്നവരാണ്, ഇന്ത്യ കണ്ടിരിക്കുന്നവരാണ്, യൂറോപ്പും അമേരിക്കയിലുള്ള സംവിധാനങ്ങളെ കണ്ടിരിക്കുന്നവരാണ്. അവരിവിടെ വന്നിട്ട് പലരും ചെയ്യുന്നുണ്ട്. ഇവര് വന്നിട്ട് ഹൈടെക് കൃഷി, ചെറിയൊരു ഭൂമി, ഒരു 1/2 ഏക്കർ, 10 സെന്റ് 20 സെന്റിൽ വളരെ കൂടുതൽ ഉൽപ്പാദിക്കാവുന്ന പഠനങ്ങളൊക്കെ നടത്തി വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നമ്മുടെ പഠനങ്ങൾക്കല്ല. നേരത്തെ പറഞ്ഞു വളരെ ശരിയാണ്. എറണാകുളത്തെ പോപ്പുലേഷൻ ക്രിസ്തീയ പോപ്പുലേഷനിൽ ഏറ്റവും വർധനമുണ്ടെങ്കിൽ അതിന്റെ കാരണം എല്ലാവരും ഇങ്ങോട്ട് വരാണ്. കോട്ടയം ഒരു ടൗൺ ആയിട്ട് കഴിഞ്ഞ 30 കൊല്ലം എന്റെ അഭിപ്രായത്തിൽ മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് എല്ലാവരും എറണാകുളത്ത് വരികയാണ്. ആലപ്പുഴ മുരടിച്ചു കഴിഞ്ഞു. കാരണം അവിടെ നിന്ന് എല്ലാവരും എറണാകുളത്തേക്ക് വരികയാണ്. അത് ഈ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്കുള്ള റിവേഴ്സ് മൈഗ്രേഷൻ ആണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. അതിന് നമുക്ക് സഭയുടെ പല രൂപതകളും വിദേശത്തൊക്കെ ഉള്ളത് അതിന് ഒരു പ്രോത്സാഹനം അത് തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് നമ്മുടെ ഒരു കൃഷിയും മറ്റുമിലേക്കും ഉള്ള അവർക്ക് വീണ്ടും ഒരു ബാക്ക് ടു ദ ഫീൽഡ്, ബാക്ക് ടു വയലിലേക്കുള്ള അവരെ വീണ്ടും കൊണ്ടുവരുന്ന ഒരു പദ്ധതി രൂപീകരിച്ച് ആഗോള തലത്തിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് കേരളത്തില്
ഈ 18-20% നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ ഒരു എന്താ പറയാ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഒരു വലിയ സേ ഇല്ല, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം പാരമ്പര്യമായിട്ട് ക്രിസ്തീയ സമൂഹം നമ്മളെപ്പോഴും ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരാണ്. നമ്മള് തീർച്ചയായിട്ടും ഒരു സെൻട്രിസ്റ്റ് ചിന്താഗതിക്കാരാണ്. തുറന്നു പറയുകയാണെങ്കിൽ നമ്മൾ കോൺഗ്രസ് ചിന്താഗതിക്കാരാണ്. പലരും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിർഭാഗ്യവശാല് ഞാൻ അടുത്ത കുറച്ചു കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കിയത് കൊണ്ട് കൂടി പറയാണ്, അത് എന്താണ് ഒരു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. എന്തായിരുന്നാലും ഈ സമൂഹം നമുക്ക് എന്താണെങ്കിലും വോട്ട് ചെയ്യും എന്ന ഒരു ധാരണ കൊണ്ടാകാം ഈ പാർട്ടികൾ ഒന്നും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയത്. അതിന് ഒരു മാറ്റം വരുന്ന നമ്മുടെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, MLA-മാരായിട്ടും MP-മാരായിട്ടുമുള്ള പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കൂടേണ്ടത് അത്യന്താപേക്ഷികമാണ്. അതുണ്ടെങ്കിൽ ഒരു IAS-കാരുടെ ഇടയിലും ഒരു ഭരണരംഗത്തും വേണം. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ പറയാം, ഇന്ന് അധികാരം കൂടുതലുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടത് ഒരു ജനാധിപത്യത്തിന്. ഇലക്റ്റഡ് ആയിട്ടുള്ള ജനാധിപത്യ വേദികളിലാണ്, അല്ലെങ്കിൽ ജനാധിപത്യ പ്രതിനിധികൾക്കാണ് അധികാരം, അവരുടെ കയ്യിലാണ്. അവിടെ നമുക്ക് ഊന്നൽ നൽകാൻ സാധിക്കണം. അവിടെ രാഷ്ട്രീയ പാർട്ടികളായിട്ട് സംവാദം നടത്തിക്കൊണ്ട് ഇത് പോരാ, ഇതിലും കൂടുതൽ ഒരു അർഹതപ്പെട്ട ആ പെർസെന്റേജ് എങ്കിലും ക്രിസ്തീയ സമുദായത്തിന് നൽകണം എന്ന് അത് നമുക്ക് സാധിച്ചിട്ടില്ല. ഒരു വലിയ പരാജയമായിട്ടാണ് മൊത്തത്തില് ഞാനത് നമ്മുടെ ആത്മീയ വിഭാഗങ്ങളെയോ അല്ലെങ്കിൽ വൈദിക വിഭാഗങ്ങളെയോ ആരും കുറ്റപ്പെടുത്തി നമ്മുടെ ഒരു വീഴ്ചയാണ്. നേരത്തെ തറവാടിത്തം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കും ആ രാഷ്ട്രീയത്തിൽ ഒരു തറവാടിത്തം ഉണ്ട്. നമ്മളൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മള് ഇറങ്ങി നമ്മുടെ ഒരു ശക്തി പറയേണ്ട ഒരു ആവശ്യമാണ്. അത് നല്ല രീതിയിൽ കേട്ടോ, ഞാനൊരു എന്താ പറയുക, ഒരു കോൺഫ്രൺട്രേഷൻ വഴിക്കല്ല, ഒരു കൊളാബറേഷൻ ആയിട്ട് കൊണ്ട് നടത്തേണ്ട ഒരു മാർഗം കൂടിയാണ്. ഒരു കാര്യം കൂടി, ഒരു സൊല്യൂഷനും കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. നേരത്തെ അഡ്വക്കേറ്റ് ജോസ് വിധേയത്തിൽ സൂചിപ്പിച്ചു, നമുക്ക് വലിയ എന്താ പറയുക 8-10 4-5 പിള്ളേരുള്ള കുടുംബങ്ങളിലൊക്കെ പലരും എന്നോട് വലിയ ദുഃഖത്തിന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുട്ടികളെ നല്ല സ്കൂളിലേക്ക് വിടാനുള്ള ബുദ്ധിമുട്ടുകള്, അവർക്ക് ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞാല് സ്കോളർഷിപ്പ് ഒന്നും കിട്ടുന്നില്ല. ഇത് നമ്മുടെ സഭ ഇതെല്ലാം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. രൂപതയ്ക്കും ഇടവകയ്ക്കൊന്നും അതിനുള്ള ധനശേഷി ഇല്ല. അത് അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് എല്ലാ നേരത്തെ ശബരിയ പറഞ്ഞതുപോലെ എല്ലാ ക്രിസ്തീയ എല്ലാ വിഭാഗങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു എക്യുമെനിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സൊസൈറ്റി, ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റിയോ അല്ലെങ്കിൽ വെൽഫെയർ സൊസൈറ്റിയോ രൂപീകരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് സഭയുടെ എല്ലാ സഭകളുടെയും ആശീർവാദത്തോടുകൂടെ. പക്ഷെ അതേസമയം തന്നെ ഒരു ട്രസ്റ്റ്, വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് 4-5 കുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല. അവർക്ക് ഒരു പരിധി വിട്ട് അവർക്ക് മറ്റുള്ള രീതികളിൽ ഫീസും ട്യൂഷനും ഒന്നും നൽകാൻ സാധിക്കില്ല. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. ഈ ട്രസ്റ്റിന്റെ പണം വളരെ ഭംഗിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇത്രയും വലിയൊരു ഡയസ്പോര ലോകത്ത് എല്ലാവർക്കും കെടുക്കുമ്പോൾ അവരോടൊക്കെ ബോധിപ്പിച്ചാൽ ഇഷ്ടംപോലെ പണം അതിനകത്തേക്ക് വന്നു ചേരും. അത് നല്ല ഭംഗിയിൽ നമുക്ക് കുട്ടികളെ, നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും ഉപരിപഠനത്തിനും അത് സ്കോളർഷിപ്പുകളും മറ്റുമായിട്ട് നൽകാൻ സാധിക്കും. ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം സെൽഫ് സസ്റ്റൈനിങ് ആയി തീരും, സ്വയമേ അതിന് വളരാൻ സാധിക്കും. പക്ഷെ ഇന്ന് 10-12 വയസ്സായ ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചൊരു 10 കൊല്ലം കഴിഞ്ഞൊരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയാല് അത് ആ കുഞ്ഞിനോട്, ആ കുട്ടി ഡോക്ടറായതിനു ശേഷം വരുമാനം കിട്ടുമ്പോൾ ഈ എടുത്ത പണം നിർബന്ധമായിട്ട് അല്ലെങ്കിലും അതിലും കൂടുതലോ കുറവോ ഒക്കെ സാധിക്കുന്നത് ഈ ട്രസ്റ്റിലേക്ക് വീണ്ടും നൽകിക്കൊണ്ട് ഒരു സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് പ്രോസസ് 5-10-15 വർഷം കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. അതുവരേക്ക് തീർച്ചയായിട്ടും വളരെ വളരെ പ്രൊമിസിംഗ് ആയിട്ടുള്ള, വളരെ പ്രതീക്ഷ നൽകുന്ന, വളരെ ക്രിയേറ്റീവ് ആയ ഒരു സജഷനാണ് ശ്രീ MP ജോസഫ് IAS ഇവിടെ മുന്നോട്ട് വെച്ചത്. ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അഡ്വക്കേറ്റ് ഷെവലിയർ VC സെബാസ്റ്റ്യൻ, ഇവിടെ ശ്രീ MP ജോസഫ് IAS-ഉം ശ്രീ അഡ്വക്കേറ്റ് ജോസ് വിധേയത്തിലും കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നാൽ കേരളത്തിലെ അൽമായ സമൂഹത്തിന്റെ പ്രതിനിധി നിലയിൽ
അതുപോലെ തന്നെ കേരളത്തിലെ സഭകളിലെ ഏതൊക്കെ തലത്തിൽ ഈ ഒരു കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് താങ്കൾ കരുതുന്നത്? എത്രത്തോളം പ്രായോഗികമായ നിർദ്ദേശങ്ങൾ താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുണ്ട്? ഏറ്റവും പ്രായോഗികമായ ഒരു കാര്യം, നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഒന്ന് നോക്കി കാണണം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ കഴിഞ്ഞ കുറെ കാലങ്ങൾക്കുള്ളിൽ ആ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ജനസംഖ്യാപരമായിട്ടുള്ള ഇടിവിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇനിയും മറ്റൊരു കാര്യത്തിലേക്ക് തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നത്, വാസ്തവത്തിൽ ജനസംഖ്യ കുറയാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന 5 കാരണങ്ങളാണ് ആഗോളതലത്തിൽ. അതൊന്ന് യുദ്ധം മൂലം ആളുകളെ കൊന്നെടുക്കുന്ന പ്രക്രിയ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം പകർച്ചവ്യാധികൾ മൂലം ഉണ്ടാകുന്ന ജനങ്ങളുടെ മരണം, മൂന്നാമത് നമ്മുടെയൊക്കെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത പ്രകൃതിക്ഷോഭങ്ങളിൽ കൂടെയുള്ള മരണങ്ങൾ, നാലാമത്തെ കാര്യം ജനന നിയന്ത്രണങ്ങളാണ്, അഞ്ചാമത്തെ കാര്യം മറ്റു മതങ്ങളുടെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ആക്രമണം. ഞാൻ ഈ പറഞ്ഞ 4ഉം 5ഉം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ജനന നിയന്ത്രണവും ഒരു പരിധിവരെ മറ്റു ചിലരുടെ അക്രമങ്ങളും നമ്മളെ ഇന്ന് സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഇനി വിവിധ രാജ്യങ്ങളിലേക്കൊന്ന് പോകുമ്പോഴാണ് അതിലും വലിയ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ചില രാജ്യങ്ങൾ അതിലേക്കുള്ള സമയം കുറവുണ്ടാകാം, നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താം. ഓക്കെ, എങ്ങനെ ഇക്കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു. അതായത് നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെ ആ തകർച്ചയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി. അവിടെ വൃദ്ധരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്, യുവാക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അവസാനം വൃദ്ധരെ നോക്കാൻ ആളില്ലാതെ വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് UK പോലുള്ള രാജ്യത്തേക്ക് ചിന്തിക്കുക, ആ അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. വൃദ്ധരുടെ എണ്ണം കൂടുകയും യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർക്ക് മൈഗ്രേഷനുള്ള അവസരവും ആ രാജ്യത്തിലേക്കുള്ളത് ഉണ്ടായത്. ആ അവസ്ഥ നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഒരു രീതിയിലുള്ള മറ്റൊരു രീതിയിൽ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപറ്റം ആളുകൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ല ഇപ്പോഴും. എന്താണ് ബേസിക്കലി നമ്മുടെ ഒരു മൈഗ്രേഷൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി, ഇവിടുത്തെ അടുത്ത തലമുറയുടെ എണ്ണം കുറഞ്ഞു, പകരം ഇവിടെ ജോലി ചെയ്യുവാൻ ആളില്ലാതെ വന്നിരിക്കുന്നു. അത് എല്ലാ മതവിഭാഗങ്ങളിലും അത് ബാധിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ. പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ അത് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വിഭാഗം ഇവിടെ വന്നിരിക്കുന്നു. ഈ വിഭാഗത്തിലെ ഭൂരിപക്ഷം ആളുകളും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതിന്റെ അർത്ഥം വരാൻ പോകുന്ന കാലത്ത് കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ജനസംഖ്യാ മാറ്റം എന്ന് പറയുന്നത് ബൈ ബർത്തിലൂടെയോ ബൈ കൺവേർഷനിലൂടെയോ അല്ലാതെ കേരളത്തിലേക്ക് നടത്തിപ്പെടുന്ന ഒരു മൈഗ്രേഷനിൽ സെറ്റിൽ ചെയ്യപ്പെടുന്ന ഒരു മതവിഭാഗത്തിന്റെ ജനസംഖ്യ ക്രമാതീതമായിട്ട് കൂടുകയും അവരുടെ സ്വാധീന മേഖലയായിട്ട് കേരളം മാറുകയും ചെയ്യുന്ന സാഹചര്യവും നമ്മൾ നോക്കിക്കാണണം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാപനങ്ങൾ വളർന്നു, ധ്യാന കേന്ദ്രങ്ങൾ വളർന്നു, സഭ വളർന്നിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ വളർന്നിട്ടുണ്ടോ? അവിടെയാണ് നമ്മുടെ ചോദ്യചിഹ്നം. 1950കളിൽ നമ്മളുടെ ജനസംഖ്യ വളർന്നു എന്ന് പറയുമ്പോഴേ അത് വലിയ ശുശ്രൂഷകളായിട്ട് കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന, അത് കണ്ട് സഭയിലേക്ക് കടന്നു വരുന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. നമ്മുടെ പൊതുവേദികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൂടെയും നമ്മുടെ ശുശ്രൂഷകളിലൂടെയും യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇനിയെങ്കിലും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ഭദ്രതയില്ലായ്മയാണ് ഒരു പരിധി വരെ നമ്മുടെ കുടുംബങ്ങളുടെ ജനസംഖ്യ നിയന്ത്രണത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു സോഷ്യൽ ചേഞ്ചാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടില്. 50കളിലും 60കളിലും 70കളിലും ഉണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ടോട്ടൽ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ ജോസഫ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്യാതെ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. അതിനിടയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യേണ്ടത്. ആ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ മറ്റു മതങ്ങൾക്ക്, മുസ്ലിം സമുദായത്തിനൊന്നും അതില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം. പക്ഷേ ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ട് നമ്മുടെ സഭാ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ്. വിശ്വാസികളെ
ഏത് രീതിയിലെങ്കിലും സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. വിശ്വാസികൾക്ക് അതനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് നമ്മുടെ സഭയിൽ നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ. ജോസഫ് സാർ സൂചിപ്പിച്ചുള്ള നമുക്കൊരു സ്നേഹവും ഐക്യവും ഊട്ടി ഉറപ്പിക്കാതെ നിവൃത്തിയില്ല. പരസ്പരം പോരടിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ആരെങ്കിലും കടന്നു വരുമെന്ന് കരുതുന്നുണ്ടോ? പരസ്പരം തെരുവിൽ തല്ലുന്ന ഒരു സമൂഹത്തിലേക്ക് ആരെങ്കിലും കൺവേർട്ട് ചെയ്ത് വരുമെന്ന് കരുതുന്നുണ്ടോ? സ്നേഹവും ഐക്യവും അനുരഞ്ജനവും നമ്മൾ നിരന്തരം പ്രഘോഷിക്കുന്നുണ്ട്. നമുക്കതിന്റെ മാതൃകളാകാൻ കഴിയുന്നുണ്ടോ? ഇതൊന്നും സാധ്യമാകാതെ നമ്മൾ വിശ്വാസികളെ വിശ്വാസത്തിനടുത്ത് പോകാൻ സാധിക്കാതെ നമുക്ക് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഇന്ന് നമുക്ക് പ്രേക്ഷിത വേല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഇല്ല. ഒരു മതവികാരം ക്രൈസ്തവരുടെ സമുദായ ബോധം വേണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആ ബോധം ഉണർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നില്ല. അതാണ് ശരിയായുള്ള കാര്യം. ആന്തരികമായ ജീർണിപ്പ് നമ്മുടെ എല്ലാ തലങ്ങളിലും ഉണ്ട്. വൃത്തമന്ദിരങ്ങൾ, അത് വാസ്തവത്തിലെ വൃത്തമന്ദിരങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് പൊതുസമൂഹത്തിന് കൊടുത്തത് ക്രിസ്ത്യാനികളാണ്. അന്ന് കൊടുത്തത് എങ്ങനെയായിരുന്നു? ആരോരും നോക്കാനും അന്വേഷിക്കാനും ഇല്ലാത്ത ഒരു ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന വലിയൊരു തലമാണ്. പക്ഷേ ഇന്നതൊരു സൗകര്യമായി മാറിയല്ലേ? ഇന്നതൊരു സൗകര്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം മക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് പോലും സ്വന്തം മാതാപിതാക്കളെ തള്ളിവിടുവാനുള്ള ഒരു വേദിയായിട്ട് വൃത്തമന്ദിരങ്ങൾ മാറി. അതിനെ ശുശ്രൂഷിക്കുകയും അതൊരു പ്രൊഫഷണൽ സിസ്റ്റമായിട്ട് കൂടെ മാറിയിട്ടുണ്ട്. കൃഷിയിടങ്ങള്, നമ്മുടെ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയിടങ്ങളായിരുന്നു. കൃഷിയിടങ്ങൾ, കൃഷി നഷ്ടമാണ്. ഇതാ കർഷക പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കൃഷിഭൂമി തന്നെ അന്യം നിന്നു പോകുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഒട്ടേറെ കാർഷിക വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുണ്ട് സംരക്ഷിക്കാൻ? അതായത് ഇതിനൊരു പ്രതിവിധി നിലയിൽ സഭയും സമൂഹവും അൽമായ സംഘടനകളും എല്ലാ നേതൃത്വവും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് തന്നെയാണല്ലേ അങ്ങ് നിർദ്ദേശിക്കുന്നത്? വരിക മാത്രമല്ല നിതിൻ, വേണ്ടത് പണ്ടെന്നോ ഞാൻ ഈ ചാനലിൽ തന്നെ സൂചിപ്പിച്ചു, നമുക്ക് ഒരുമയും സ്വരുമയും ഉണ്ടാകണം. നമ്മൾ സ്നേഹവും ഐക്യവും അനുരഞ്ജനവും പ്രഘോഷിച്ചതുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകണം. എത്രയോ ക്രൈസ്തവ വിഭാഗങ്ങളാണ് നമുക്കിടെ. ആകെപ്പാടെ 18% ഉള്ളൂ. ഇന്ത്യയിലാണ് 2.3%. ഇത്രയും പേർക്ക് പോലും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത ദയനീയമായ അവസ്ഥയാണ്. അതിന് ഉത്തരവാദി വിശ്വാസികളാണോ? അതിന് ഉത്തരവാദി അൽമയരാണോ? ചിന്തിക്കേണ്ട കാര്യമാണ്. ആരാധനയിലും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ ക്രിസ്തുവെന്ന ഒരു വലിയ വിശ്വാസത്തിന് പിന്നിലാണ് നാം എല്ലാം നിൽക്കുന്നത്. ആ ഒരു ഐക്യവും സ്വരുമയും ഇപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഉള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനമില്ലാത്തവർക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ പുതുതായിട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞ് വാദിക്കുവാൻ വേണ്ടി സാധിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സംവിധാനം നമുക്ക് പര്യാപ്തമാണോ? ഇന്ന് നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരെ ക്രൈസ്തവരാണോ ബഹുഭൂരിപക്ഷവും? നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ കോളേജുകള് ഒരു കാലഘട്ടത്തില് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നത്. ഇന്ന് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്ക് വന്നു. പക്ഷെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ഇന്ന് പഠിച്ചിറങ്ങുന്നതിൽ നല്ല ശതമാനം ക്രൈസ്തവരായിട്ടുള്ള യുവാക്കളോ യുവതികളോ അല്ല. അവർക്ക് അഡ്മിഷൻ പോലും പലപ്പോഴും നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ അടുത്ത ജനന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മതേതരത്വം, നമ്മളെ മതേതരത്തെ കുറിച്ചൊക്കെ നമ്മൾ പ്രഘോഷിക്കണം. യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ എവിടെയാ പരാജയപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ കുട്ടികള് മതവികാരം, ക്രൈസ്തവ വികാരം ഇല്ലാതായി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? മതത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പ്രഘോഷിക്കുകയും മതത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യേണ്ടവരെ മതേതരത്തിന്റെ വക്താക്കളായിട്ട് മാറുകയാണ്. അത് നമ്മളെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ പ്രീതി കൂട്ടുമായിരിക്കും. പക്ഷെ അവിടെ ജീർണിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ സമൂഹമാണ്. വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ഇവിടെ അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവിനെ കുറിച്ചുള്ള ആശങ്കകളാണ് ഈ ചർച്ചയിൽ ഉടനീളം ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട അതിഥികൾ വളരെ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്
കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ അധികാരികൾ, പൊതുസമൂഹം, അൽമായ കമ്മീഷൻ, അൽമായ സംഘടനകളൊക്കെ ഒത്തൊരുമയോടുകൂടി ഇടപെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ശ്രീ MB ജോസഫ് മേനച്ചേരി IAS-നും ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനും അഡ്വക്കേറ്റ് ജോസ് വിധേയത്തിലിനും നന്ദി.